നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വിവാദമായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടിയുണ്ടെന്ന വിവരങ്ങൾ പുറത്ത്. എക്സാലോജിക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മെയ് 27-ന് വീണയുടെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള നിർണായക രേഖകൾ കണ്ടെടുത്തത്. മെഡിക്കൽ ഉപകരണങ്ങളുടെയും മറ്റും വിതരണം പ്രധാന പ്രവർത്തന മേഖലയാക്കിയ കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് അറിയുന്നത്. ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ കോടികൾ കൈപ്പറ്റിയെന്ന CMRL സാമ്പത്തിക ഇടപാട് കേസിന്റെ വ്യാപ്തി കൂട്ടുന്ന രീതിയിലാണ് ലേക്കർ ഇന്ത്യയിലേക്കും ED അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസിൽ ശക്തമായ സാമ്പത്തിക അറ്റാച്ച്മെന്റ് നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടായിരുന്ന പണം ED മരവിപ്പിച്ചു. മാതൃഭൂമിയാണ് ലേക്കർ ഇന്ത്യ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മരവിപ്പിച്ച തുകയും കണക്കുകളും ഇങ്ങനെയാണ്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ 15,57,414 രൂപ, വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ 1,37,088 രൂപ, എക്സാലോജിക് സൊല്യൂഷൻസ് 27,585 രൂപ എന്നിങ്ങനെയാണ് കണക്ക്. ഇതിനു പുറമെ തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ശാഖയിലുള്ള വീണയുടെ ബാങ്ക് ലോക്കറും ED കണ്ടുകെട്ടൽ നടപടികളുടെ ഭാഗമായി മരവിപ്പിച്ചു. അക്കൗണ്ടുകളിൽ സൂക്ഷിച്ച പണത്തിന് പുറമെ ലേക്കർ ഇന്ത്യ എന്ന കമ്പനിയുടെയും മറ്റ് വഴിവിട്ട പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം ആഴത്തിൽ പരിശോധിക്കുകയാണ്. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നത് CMRL ഉടമ ശശിധരൻ കർത്ത EDക്ക് നൽകിയ രേഖാമൂലമുള്ള മൊഴിയാണ്. എക്സാലോജിക് കമ്പനിക്ക് കോടികൾ കൈമാറിയതും കരാർ ഒപ്പിട്ടതും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും സ്വാധീനവും മുൻനിർത്തി മാത്രമാണെന്ന് കർത്ത അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 17-ന് ചോദ്യം ചെയ്യലിനിടെ രേഖപ്പെടുത്തിയ ഈ മൊഴിയുടെ വിവരങ്ങൾ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഏകദേശം 2.78 കോടി രൂപയാണ് CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിന്റെയും വീണയുടെയും അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസ റിട്ടേണർ ഫീസായി ഒഴുകിയെത്തിയത്. സോഫ്റ്റ്വെയർ സേവനങ്ങൾ ഒന്നും തന്നെ തിരികെ നൽകിയിട്ടില്ലെന്ന് വിജിലൻസ് IT കമ്മീഷൻ രേഖകൾക്ക് പുറമെ ശശിധരൻ കർത്തയുടെ മൊഴിയും സ്ഥിരീകരിക്കുന്നു. യാതൊരു സേവനവും നൽകാതെ പണം നൽകിയത് വഴിവിട്ട രാഷ്ട്രീയ സംരക്ഷണത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണെന്ന കണ്ടെത്തലിൽ ED ഉറച്ചു നിൽക്കുന്നു. പുതിയ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അതിന്റെ യഥാർത്ഥ ഇടപാടുകളെക്കുറിച്ചും ED വരും ദിവസങ്ങളിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്തേക്കും. എക്സാലോജിക്കിന് പുറമെ മറ്റൊരു കമ്പനിയുടെ പേരുകൂടി ഉയർന്നു വന്നതോടെ കേസിന്റെ ഗതി കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. CPM-ന് ഭരണം നഷ്ടമായ പശ്ചാത്തലത്തിൽ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. CMRL ഉടമ ശശിധരൻ കർത്ത EDക്ക് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കടുത്ത തിരിച്ചടിയായിരിക്കുന്നത്. ശശിധരൻ കർത്തയുടെ ഇതേ മൊഴിയുടെ അടിത്തറയിലാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കടുത്ത സാമ്പത്തിക നടപടിയിലേക്ക് കടന്നത്. വീണയുടെയും അവരുടെ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചതും ഇതിന്റെ നേരിട്ടുള്ള തുടർച്ചയാണ്. മരവിപ്പിക്കൽ നടപടി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. വീണ ടിയുടെ പേരിലുള്ള 16 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളാണ് നിലവിൽ ED മരവിപ്പിച്ചിരിക്കുന്നത്. അക്കൗണ്ടുകളിൽ വലിയ തുക ബാക്കിയില്ലെങ്കിലും നിക്ഷേപങ്ങളും ലോക്കറുകളും മരവിപ്പിച്ചതിലൂടെ കൃത്യമായ തെളിവുകൾ കൈക്കലാക്കുകയാണ് ED ചെയ്തത്. കേസിലെ പ്രധാന ഘടകമായ CMRL കമ്പനി ഉടമ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടി രൂപയുടെ സ്വത്തുക്കളും സാമ്പത്തിക നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി പണമിടപാട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കർത്ത കുടുംബത്തിനെതിരെയുള്ള ഈ കടുത്ത നടപടി.